മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. രോഗശാന്തി വചനങ്ങൾ, രോഗിക്ക് ആശ്വാസം ലഭിക്കാൻ. സങ്കീർത്തനം 41:3. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം നൽകും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. രോഗശയ്യയിൽ എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ഇതല്ലേ വേണ്ടത് രോഗശയ്യയിൽ. പ്രൈസലോ. രോഗശയ്യയിൽ ആശ്വാസം കിട്ടും. രണ്ടാമത്തെ കാര്യം, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതോ ഉപേക്ഷിക്കാത്തതോ അല്ലെങ്കിൽ പിന്തുടരുന്ന രോഗപാരമ്പര്യങ്ങളോ രോഗക്കെട്ടുകളോ രോഗം കണ്ടുപിടിക്കാത്ത അവസ്ഥകളോ ഏതുമാട്ടെ, വിഷമിക്കേണ്ട. ഈ വചനം വെച്ച് പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 41:3. അടുത്ത വചനം പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. രോഗം വരുമ്പോൾ ഉദാസീനനാക കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ സങ്കീർത്തനം 41:3, പുറപ്പാട് 15:26. മൂന്നാമത്തൊരു വചനവും കൂടെ തരാം. മത്തായി 8:7. ഇതാ വിശ്വാസ തീഷ്ണത കണ്ട് കർത്താവ് സ്ട്രോങ് ആയിട്ട്, മത്തായി 8:7, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന ഇതാ മനസ്സുമടുത്തോ മരവിച്ചോ നിരാശപ്പെട്ടോ രോഗാവസ്ഥയോ രോഗിയോ ഓർത്തോ, രോഗം കണ്ടുപിടിക്കാത്തതിനെ ഓർത്തോ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളോ ചികിത്സയില്ലാത്തതിനെ ഓർത്തോ, ചികിത്സിച്ച് മടുത്ത അവസ്ഥയോ വിഷമിക്കണ്ടെന്നേ. ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ. വീട്ടിൽ കിടക്കുന്ന ശതാധിപൻ്റെ ഭൃത്യൻ, ഇതാ ശതാധിപൻ യേശുവിൻ്റെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആ ശതാധിപൻ്റെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞ വചനമാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. മത്തായി 8:7. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവായിട്ട് അവിടെ സൗഖ്യം ലഭിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് എൻ്റെ നിരവധിയായ പ്രോഗ്രാമുകൾ, ധ്യാനങ്ങൾ, വചന ശുശ്രൂഷകൾ, പ്രാർത്ഥന ശുശ്രൂഷകൾ, ഇതിലെല്ലാം വ്യക്തിപരമായി പ്രാർത്ഥിച്ചപ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ആശുപത്രിയിൽ കൈയൊഴിഞ്ഞ കേസുകൾ പ്രാർത്ഥിക്കാനൊക്കെ പോയപ്പോൾ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, വചനം എന്ന് പറഞ്ഞാൽ യേശുവാണ്, വചനം ദൈവമാണ്. ഇതാ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പുറത്ത് വരും. അപ്പോൾ ഈ 3 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, അത്ഭുതം നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.